കഴിഞ്ഞ ഒരു ആ, അച്ചാച്ചൻ്റെ അവസാന ഘട്ടത്തിൽ മരണത്തിന് മുമ്പ് തന്നെ കെ എം മാണി സാറിനെയും എന്നെയും ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു വ്യക്തിഹത്യ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കിപ്പം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അത് കെട്ടുകഥയായും നുണക്കഥയായും തിരക്കഥയായിട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നേരിട്ട ഒരാള് ഒരു പക്ഷേ മുഖ്യമന്ത്രി വ്യക്തിഹത്യയല്ല, ആരോപണങ്ങൾ വരാം, വിമർശനങ്ങൾ വരാം. എനിക്കെതിരെ വ്യക്തിഹത്യ വരുന്നത് ഇത്തിരി വ്യത്യാസമുണ്ട്. അത് ഏറ്റവും കൂടുതൽ നേരിട്ടിരിക്കുന്നത് ഞാനാണ്. പക്ഷെ അതിനുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കെ എം മാണി സാറ് ഒരിക്കലും വ്യക്തിഹത്യ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം അപ്പുറത്തെ നിയോജക മണ്ഡലത്തിൽ തൊട്ടടുത്തുള്ള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് എന്നും തെറിയല്ലായിരുന്നു. തെറിയുടെ അപ്പുറം തെറിയായിരുന്നല്ലോ. ആ തെറി തിരിച്ച് തെറിയൊന്നും അല്ലല്ലോ പറഞ്ഞത്. പക്ഷെ മാന്യമായിട്ട് അവിടെ നിലനിർത്തി, അവിടെ വരച്ച് നിർത്തി എന്നുള്ളത് ശരിയാണ്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു കുടിപ്പകയാണ്. ഇതിൽ കുടിപ്പകയുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് അത് എനിക്കാകാൻ പറ്റാത്തത് ഇനി അടുത്തയാളാകരുത്. അതൊരു കുടിപ്പക തന്നെയാണ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ജോസ് കെ മാണി. അവസാന ലാപ്പ്. എല്ലാ കണ്ണുകളും പാലായിലേക്കാണ്. പാലായിൽ അവസാന ലാപ്പിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ജോസ് കെ മാണിയാണ്. വളരെ ഉദ്യോഗജനകമായ ഒരു മത്സര ഗ്രൗണ്ടായിരുന്നു പാല. വളരെ നിർണായകമായ ചില വിഷയങ്ങൾ പാലായിലുണ്ട്. പക്ഷേ അങ്ങയുടെ ഒരു മുന്നേറ്റം അത് ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ജയിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താണല്ലോ പോകേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം 5 വർഷക്കാലം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മുഴുവൻ വികസന കാര്യത്തിലും ജനങ്ങളുടെ വിഷയത്തിലും എപ്പോഴും ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ വലിയ ഒരു ഹൈപ്പ് കൊടുത്തുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത് വളരെ സൈലൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഏപ്രിൽ 9-ാം തീയതി എന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസമാണ് എൻ്റെ പിതാവ് അച്ചാച്ചൻ മരണമടഞ്ഞ ഓർമ്മ ദിവസം കൂടിയാണ്. 7 വർഷക്കാലം മുമ്പ്. പക്ഷെ ആ 7 വർഷം കൊണ്ട് നമുക്ക് ഈ പാലായിക്ക് ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡിങ്, ഒരു മുന്നേറ്റം, അത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ പഴയ സുവർണകാലത്തിലേക്ക് കൊണ്ടുവരണം. അത് തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വേണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ജനങ്ങൾക്കുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതൊക്കെയാലും വികസന പദ്ധതികളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും തൊട്ട് കാണിക്കാനും നമുക്കുണ്ട്. അത് വളരെ വ്യക്തമായി നമ്മൾ ഇന്നതപ്പോൾ അതെല്ലാം ബൃഹത്തായ പദ്ധതികൾ, വെറുതെ ഒരു റോഡോ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഷെഡോ ഒരു ഹൈമാസ് ലൈറ്റോ ഒന്നുമല്ല. ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, വർത്തമാനകാലത്തേക്ക് വേണ്ടി മാത്രമല്ല, ഭാവിക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രയോജനകരമായ പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയതെല്ലാം. അപ്പോൾ ആ രീതി പാലാ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആളുകൾക്കും ജനങ്ങൾക്കും ഇവിടെയുള്ളവർക്കും. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ അതനുസരിച്ച് പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് മുന്നേറാൻ കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. ഞാനിപ്പോൾ ഈ മരങ്ങാട്ടുപള്ളി വഴി ഇങ്ങ് വരുന്നത്, അവിടെ അതിനപ്പുറത്ത് വളരെ മനോഹരമായ സയൻസ് സിറ്റി. ഞാൻ അതിന് ഫ്രണ്ടിലെത്തി വണ്ടി നിർത്തി ഒരു നിമിഷം നോക്കി നിന്നു. എത്ര മനോഹരമാണത്! അങ്ങയുടെ സൃഷ്ടിയാണ്. IIT വലവൂരിലുള്ള IIIT. വാസ്തവത്തിൽ പാലായുടെ മുഖച്ഛായ മാറി. എങ്കിലും മറുവശത്ത് കേരളത്തിലെ ഏറ്റവും അധികം കള്ളക്കഥകൾ പ്രചരിക്കുന്ന, അപവാദ കഥകൾ പ്രചരിക്കുന്ന, മറ്റുള്ളവരെ ടാർണിഷ് ചെയ്യാൻ വളരെ ഉദ്ദേശിച്ച് ഗൂഢാലോചനയോടെ പുറത്തിറക്കുന്ന കഥകൾ, അത് ഏറെ പനിഞ്ഞുവിടുന്ന ഒരു സ്ഥലമാണ് ഈ പാല. ചിലരൊക്കെ ഇപ്പോഴും KM മാണി സാറിനെ താരതമ്യം ചെയ്തുകൊണ്ട് അങ്ങേ ഇകഴ്ത്തിക്കാട്ടുന്ന ധാരാളം കഥകൾ പടച്ചുവിടുന്നു. ഈ വലിയ വികസന അടയാളങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴും മറുവശത്ത് എന്തുകൊണ്ടാണ് ഇത്തരം ക്യാമ്പയിനുകൾക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടുന്നത്? അല്ല, ഒന്ന്, കേരള സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലം പാലാ തന്നെയാണ്. അത് ഒരു ചെറിയ തെരഞ്ഞെടുപ്പ് വന്നാലും, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണേലും നിയമസഭാ തെരഞ്ഞെടുപ്പാണേലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണേലും പാലാ ശ്രദ്ധേയമാണ്. ഈ പാലാ എങ്ങനെ ശ്രദ്ധേയമായത്? കഴിഞ്ഞ 50 വർഷക്കാലം KM മാണി സാറ് പ്രതിദാനം ചെയ്തു. അതിന് തരത്തിൽ അത് കേരള സംസ്ഥാനത്തിന് പ്രകാശം നൽകുന്ന വഴികാട്ടിയായ വികസനത്തിന് മാതൃകയായി മാറി. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമാണ്. ഏത് ആക്ഷനും നോക്കും എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാനും അതിന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരു അച്ചാച്ചൻ്റെ അവസാന ഘട്ടത്തിൽ മരണത്തിന് മുമ്പ് തന്നെ
കെ എം മാണി സാറിനെയും എന്നെയും ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു വ്യക്തിഹത്യ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അത് കെട്ടുകഥയായും നുണക്കഥയായും തിരക്കഥയായിട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനകത്ത് അത് കെ എം മാണിയോടുള്ള താരതമ്യപ്പെടുത്തലല്ല, ആ സ്നേഹം കൊണ്ടുമല്ല. അത് എന്താണെന്ന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാൻ മോശക്കാരനായിട്ടാണോ? സ്വഭാവം മോശമായിട്ടാണോ? ആ ഇടപെടൽ മോശമായിട്ടാണോ? വികസനം നടത്താത്തതായിട്ടാണോ? എഡ്യൂക്കേഷൻ ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ അത് കൃത്യമായി ഒരു ക്ലാസ്, ഒരു സ്ട്രാറ്റ ഓഫ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചില ആളുകൾ മാറി നിന്ന് IT-യുമായി ബന്ധപ്പെട്ട്, വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പ് താങ്കൾ പറഞ്ഞ ആസൂത്രിതമായി നരേറ്റീവ് ഇറക്കുകയാണ്. പക്ഷെ ആ നരേറ്റീവ് കഴിഞ്ഞ പ്രാവശ്യം 2021 ആ തെരഞ്ഞെടുപ്പിൽ അത് ക്ലിക്ക് ചെയ്തു. അവർ വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയും. തെറ്റായ ഒരു നരേറ്റീവ് പ്രചരണം കൊടുത്തുകൊണ്ട് അത് വിജയിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റമാണ് ഞാൻ ഇപ്പം കാണുന്നത്. ഞാൻ അങ്ങനെ കരുതുന്നു. കാരണം എപ്പോഴും നുണ പറഞ്ഞല്ല എപ്പോഴും എല്ലാ കാലത്തും നമുക്ക് വിജയിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇപ്പം കാണുന്നത്. ഇപ്പോഴും ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നേരിട്ട ഒരാള് ഒരു പക്ഷേ മുഖ്യമന്ത്രി വ്യക്തിഹത്യയല്ല, ആരോപണങ്ങൾ വരാം, വിമർശനങ്ങൾ വരാം. എനിക്കെതിരെ വ്യക്തിഹത്യ വരുന്നത്, ഇത്ര വ്യത്യാസമുണ്ട്. അത് ഏറ്റവും കൂടുതൽ നേരിട്ടിരിക്കുന്നത് ഞാനാണ്. പക്ഷെ അതിനുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. അതിലൊരു തമാശ കൂടി. ഞാൻ ഇപ്പോഴും അങ്ങയുടെ ഒരു രാഷ്ട്രീയ ശത്രുവാണ്, എതിർപ്പാളയത്തിലുള്ള ആളാണ്. അദ്ദേഹത്തെ ഒരു അരമണിക്കൂർ മുമ്പ് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ പാലായിലെ സിറ്റുവേഷൻ? അത് ജോസ് കെ മാണിയെ തോപ്പിക്കണം. ഞാൻ ചോദിച്ചു എന്താ കാരണം? അത് തോപ്പിക്കണം. എന്താണ്? അപ്പം കുഴപ്പമില്ലായിരുന്നു, മകൻ വേണ്ട. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അത് അങ്ങനെ പതറുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു ഉത്തരവില്ല. അതിനകത്തോണ്ട് ഉത്തരവുണ്ട്. അപ്പം കുഴപ്പമില്ല, മകൻ വേണ്ട. അത് അപ്പന്റെ മകനായതുകൊണ്ട്. ഒരു പക്ഷെ 50 വർഷം ഒരാള് പ്രസന്റ് ചെയ്തു അല്ലേ, ഈ പറയുന്ന പാലായ്ക്ക് ഒരു മോശമായിട്ടൊന്നും വരുത്തിയിട്ടില്ല. പാലാ മനോഹരമാക്കി, പാലാ മതസൗഹാർദ്ദമുള്ള സ്ഥലമായി, പാലായിലേക്ക് ജനങ്ങൾ വന്ന് സ്ഥിരമായിട്ട് താമസിക്കുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവസാന ഘട്ടത്തിൽ വീണ്ടും ഒരു വ്യക്തിഹത്യ പോലെ വന്നു. അപ്പോൾ ബാക്കി എല്ലാവർക്കും ആകാം. ചിലപ്പോൾ ഇവിടെ മൂന്ന് മക്കളെ മത്സരിക്കുന്ന പാലാശം. അതെ, എല്ലാ മക്കളെ തന്നെയാണ്. പക്ഷെ ഇന്ന മകൻ പാടില്ല. അത് ഇവിടെ മാത്രമല്ല, പത്തനാപുരത്തുണ്ടല്ലോ, തിരുവോത്തുണ്ടല്ലോ, തൊടുപുഴ ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? അത് കൂടുതലും കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ ഇന്ന മകൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ സൈക്കോളജി എനിക്കും മനസ്സിലാകുന്ന, അത് താങ്കൾ തന്നെ അതിന്റെ റിസർച്ച്. അല്ല, ഇതില് വേറൊരു തമാശ കൂടി ഉണ്ട്. അങ്ങയുടെ ഒരു മുഖഭാവം, അത് സൗമ്യതയും ശാന്തതയും ഒരു മാന്യതയുടെയും ഒരു അടയാളം. ഇതാണ് അപകടം. പാലക്കാർക്ക് വേണ്ട നല്ല കത്തിച്ച് ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ എന്ന മട്ടിൽ കട്ടയ്ക്ക് നിന്ന് അവനെ തെറി വിളിച്ച് പാലാ ടൗണിൽ ഇറങ്ങി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം വെച്ചാല് കെ എം മാണി സാറ് ഒരിക്കലും വ്യക്തിഹത്യ ചെയ്യുവാൻ വേണ്ടി എന്തേറെ അപ്പുറത്തെ നിയോജക മണ്ഡലത്തിൽ തൊട്ടടുത്തുള്ള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് എന്നും തെറിയല്ലായിരുന്നു. തെറിയുടെ അപ്പുറം തെറിയായിരുന്നല്ലോ. ആ തിരിച്ച് തെറിയൊന്നും അല്ലല്ലോ പറഞ്ഞത്. പക്ഷെ മാന്യമായിട്ട് അവിടെ നിലനിർത്തി, അവിടെ വരച്ച് നിർത്തി എന്നുള്ളത് ശരിയാണ്. നിലപാടുകൾ എടുത്തുന്നത് ശരിയാണ്. അപ്പം ആ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ഞാനും ഇപ്പോഴും പോകുന്നത്. എത്തിക്സ്, രാഷ്ട്രീയത്തിൽ എത്തിക്സ് വേണം, നിലപാട് വേണം. എനിക്ക് ആ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാലായി നിന്നത്. അല്ലെങ്കിൽ പാലായിൽ നിന്ന് എവിടുന്നേലും മാറി കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലത്ത് പോരായിരുന്നു. ഇപ്പോഴും ബസ് തന്നെ പോരായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ നിലപാട് ഉറച്ചാണ്. അത് ജയവും പരാജയവും നോക്കിയിട്ടില്ല. ആ നിലപാട് പാർട്ടിയെ വളർത്തുക എന്നുള്ളതും പാലായെ വളർത്തുക എന്നുള്ളതും പാലായെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും. പക്ഷെ അത് ഒരു ഘട്ടത്തിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് ആളുകൾ തിരിച്ചറിയും. എന്നോടൊപ്പം എൻ്റെ ജനങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. കെ എം മാണി എന്ന രാഷ്ട്രീയ അധികായൻ ഈ പാലായിലെ ഒരു വരേണ്യ വർഗത്തിൽപ്പെട്ട വലിയ സമ്പന്ന കുടുംബങ്ങളിൽപ്പെട്ട വലിയ സ്വാധീനമുള്ള ചില കുടുംബങ്ങൾ, നമുക്കത് കയ്യിൽ എണ്ണാൻ കഴിയുന്ന കുടുംബങ്ങൾ, പേര് പറയുന്നില്ല. പക്ഷേ അവരോട് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അവരെ എതിർത്ത് നയപരമായും ആശയപരമായും സാധാരണക്കാർക്കൊപ്പം നിന്ന് താഴേക്കിടയിലുള്ള ജനങ്ങളുമായി സഹവർത്തിത്വം പുലർത്തി എതിർചേരിയിൽപ്പെട്ട ഈ സമ്പന്ന വർഗത്തെ മാറ്റി നിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി. ഒരുപക്ഷെ അവരുടെ പക ഇപ്പോഴും ഉള്ളിലുണ്ടാകാം. അത് അങ്ങയുടെ നേർക്ക് വരുന്നതാകാം. അല്ല, താങ്കൾ പറഞ്ഞ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് എന്ന് എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് തെറ്റാണെങ്കിൽ നിങ്ങളത് ഈ വാക്കെടുത്ത് മാറ്റണം. ഒരു തരത്തിൽ പറഞ്ഞാൽ
താങ്കൾ പറഞ്ഞ പോലെ ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട പലരും കാണും. അവർ ഉദ്ദേശിച്ച ഒരു പൊസിഷനിലേക്ക് അവർക്കോ അവരുടെ മകനോ അവരുടെ കൊച്ചുമക്കൾക്കോ ആർക്കും വരാൻ പറ്റാതെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു കുടിപ്പകയാണ്. ഇതിൽ കുട്ടിപ്പകയുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് അത് എനിക്കാകാൻ പറ്റാത്തത് ഇനി അടുത്തയാളാകരുത്, അതൊരു കുടിപ്പക തന്നെയാണ്. അതുകൊണ്ടാണ് പാലായിൽ മാത്രം ഇങ്ങനെയൊരു ശ്രദ്ധേയമായ ഈ പറഞ്ഞൊരു കാര്യത്തിലേക്ക് പറഞ്ഞു. 3 പേരും മക്കളാ. 3 പേര് മക്കളാ. 3 രാഷ്ട്രീയത്തിൽ പേരും ഒരു നിന്ന് രാഷ്ട്രീയ പകയുടെ അതെ. ബാക്കി പത്രമാണ്. അതായത് ഞാൻ പറയുന്നത് എന്തായാലും അത് അവര് മാത്രമല്ല, അതിനകത്ത് പലരും ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് അറിയില്ലല്ലോ എന്തുകൊണ്ടാണ്. അവരുടെ അടുത്ത് പറയല്ലേ, താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ കണ്ടിട്ടുണ്ടോ ജോസ് കെ മണി? ഇല്ല. പിന്നെ താങ്കൾക്ക് എങ്ങനെ അറിയാം? അല്ല, എന്നോട് മറ്റൊരാൾ ആ, പറഞ്ഞതാണ്. അത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി കാണുക, എന്നിട്ട് നിങ്ങൾ പറ. എന്നാ ശരി എന്ന് പറയാം. അപ്പം ഇതിനൊന്നും ഉത്തരവില്ല. പക്ഷെ ഇത് എയറിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുകയാണ്. അത് പക്ഷെ നമ്മളെയൊക്കെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും ഒരു പോരാട്ടം നടത്തിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയുടെ അധ്വാനിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇടപെടാത്ത കഴിഞ്ഞ 5 വർഷം ഞാൻ ജനപ്രതിനിധിയല്ലല്ലോ, അവൻ ഇതിൻ്റെ അകത്ത് നിയമസഭാ സാമാജികനല്ല. പക്ഷെ എന്നിരുന്നാലും ഏത് വിഷയത്തിലാണ് ഞാൻ ഇടപെടാത്തത്? കേരള സംസ്ഥാനത്ത് വന്യമൃഗത്തിൻ്റെ ആയാലും ബഫർ സോണിൻ്റെ ആയാലും പട്ടയത്തിൻ്റെ ആയാലും കടമണ്ണ് ഖനനത്തിൻ്റെ ആയാലും മുനമ്പത്തിൻ്റെ ആയാലും ഈവൻ തെരുവുനായുടെ വിഷയത്തിൽ പോലും ഇപ്പം ഞാൻ പറയുന്നത് ജസ്റ്റ് ഇടപെടുന്ന മാത്രമല്ല, അതിനൊരു പരിഹാരം മാർഗം കൂടെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ആ പരിഹാരം മാർഗം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പ്രകാരം പരിഹാര മാർഗം കണ്ടിട്ട് ഒരു പരിധിവരെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പൊ സഭയുടെ ഇപ്പം നമ്മൾ പറയും JB കോശി കമ്മീഷന്റെ കാര്യത്തിലും അധ്യാപക നിയമനത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. എല്ലാ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കടൽ മണൽ ഖനനം തീരദേശവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിനൊന്നും അവിടെ പ്രസ്ഥാനം ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഇടപെട്ടതും ബ്ലൂ എക്കോണമി ആയിട്ട് പെട്ടും കടലിന്റെ മക്കൾ കടലവകാശം എന്ന് പറഞ്ഞ ഒരു സബ്മിഷൻ കൊണ്ടുവന്നതും ഒക്കെ കേരള കോൺഗ്രസ് മുനമ്പത്ത് വരെ ഇടപെടൽ, മുനമ്പത്ത് ഇടപെട്ടിരിക്കുന്നതും മറ്റേ വഖഫ് ബോർഡിന്റെ ഇഷ്യൂസിൽ എല്ലാത്തിലും ഒരു ഇടപെടലുണ്ട്. പക്ഷെ മറുവശത്ത് ഇതൊക്കെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടോ? അതിൽ നമ്മൾ ഇച്ചിരി ഫെയിലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിത് പറയും, ചെയ്താൽ പോലെ ഞാനിത് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞ താങ്കൾ പറഞ്ഞ പോലെ ജനം അറിയുന്നില്ല എന്നുള്ളത് എനിക്ക് സാധാരണ ആളുകൾ ഇതിന്റെ 10-1 ചെയ്യുന്നത് പത്രങ്ങളിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയും ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു ഫ്ലെക്സിൽ കൂടിയൊക്കെ. ഫ്ലെക്സിൽ കൂടിയൊക്കെ നമുക്ക് ഈ പാലായില് ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ സൗമ്യമായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടായിരിക്കും. അല്ല, ഇപ്പൊ ബഹളത്തിനാണ് സ്പേസ് കുറച്ച്. പക്ഷെ ഇപ്പോഴും ഈ ഒരു രാഷ്ട്രീയ മാന്യത പുലർത്തുക തന്നെയാണോ ലക്ഷ്യം? രാഷ്ട്രീയ മാന്യത എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് ഉറച്ചതായിരിക്കും എപ്പോഴും. എന്ത് പറഞ്ഞാലും നമ്മൾ തീരുമാനമെടുത്ത നിലപാട് ജയോ തോൽവിയോ അല്ലെങ്കിൽ എന്താണ് ഇനി അത് കഴിഞ്ഞാൽ ജനം ചിന്തിക്കുന്നത് ചിലപ്പോൾ തെറ്റായി ചിന്തിക്കും എന്നുള്ളതല്ല. നമ്മളൊരു കൺവിക്ഷൻ ബോധ്യത്തോടു കൂടിയ ആ തീരുമാനമെടുത്ത തീരുമാനമാണ്. അത് എൻ്റെ രാഷ്ട്രീയ തീരുമാനമായാലും മത്സരിക്കുന്ന തീരുമാനമായാലും പാർട്ടി തീരുമാനമായാലും നയപരമായ തീരുമാനമായാലും. ഇപ്പം വനം ഭേദഗതി നിയമം അത് വന്നു, എല്ലാവരും അതിനെപ്പറ്റി അത് അസംബ്ലി കൊണ്ടുവരുക. അപ്പം നമ്മൾ സർക്കാരിനോടൊപ്പമാണ്. അയ്യോ എങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് എതിർത്താൽ പോരെ. അന്ന് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു, പത്രത്തിൽ കൊടുത്തു. അത് കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയോട് ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ക്ലോസും വായിച്ച് കേൾപ്പിച്ചു. കേൾക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ആ ലോ അല്ലെങ്കിൽ നിയമം അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്, അതുകൊണ്ട് പാടില്ല. എഗ്രി ചെയ്തു, മാറ്റിവെച്ചതല്ല, അത് ടോട്ടലി അബോളിഷ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് നിലപാടുകൾ ഞാൻ എപ്പോഴും എടുത്തിട്ടുണ്ട്, നിലപാടുകൾ ഉറച്ചെടുത്തിട്ടുണ്ട്. ആ നിലപാട് ഞാൻ ഉറച്ചു തന്നെ നിന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞ് കേരള സംസ്ഥാനത്ത് ഒരു ചെറിയ പാർട്ടി ആയതുകൊണ്ടത് മറ്റ് വലിയ പാർട്ടികൾ പറയുമ്പോൾ ഒന്നും ചെയ്തില്ലേലും ചിലപ്പോൾ അത് വലിയ വാർത്തയായിട്ടൊക്കെ വരും. നമ്മൾ ചെറിയ പാർട്ടിയാണ്, അതുകൊണ്ട് അത്രയും മാത്രം ഒരു സ്പേസ് മാധ്യമം ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നില്ല. ഇതൊരു വല്ലാത്ത ലോകമായി. ഇപ്പൊ മാധ്യമങ്ങളെ ആണെങ്കിലും കയ്യിലെടുക്കണം, ചാനലുകളെ നമ്മൾ കയ്യിലെടുക്കണം, അങ്ങനെ ഇതൊക്കെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു കോർപ്പറേറ്റ് ശൈലിയുടെ ഒരു കാലമാണ് അത്. ആ കോർപ്പറേറ്റ് ശൈലിയാണ് ഇപ്പം BJP ചെയ്യുന്നത്. പക്ഷെ അതിനകത്തൊക്കെ ഒത്തിരി എന്താണ് പൊള്ളയാണ്, ഹോളോയാണ്. പുറത്തെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല അകത്ത്. എനിക്കെന്തോ അങ്ങനെ പൊള്ളത്തരം ജനങ്ങളോട് പറയാനൊരു വിഷമം. ഞാൻ പറയില്ല. സത്യസന്ധമായ കാര്യങ്ങളും പ്രായോഗിക കാര്യങ്ങളും അതിനകത്ത് ഈ പറഞ്ഞ അന്തസ്സത്തുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും എന്തെങ്കിലും അതിനകത്ത് റിസൾട്ട് ഉണ്ടാകണം എന്നുള്ളത് കരുതുന്നയാൾ. അതുകൊണ്ടല്ല ഞാനിവിടെ ഇരുന്ന് ഇപ്പം ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലോ രാജ്യസഭയാകട്ടെ
എനിക്ക് കഴിഞ്ഞ ഒരു 25 വർഷത്തെ പ്രവൃത്തി, ഞാൻ ആരെയും മോശമായിട്ട് പറയാതെ അപമാനിക്കാനല്ല, 25 വർഷത്തിൽ ഇവിടെയോ എവിടെയോ ഉള്ള ഈ കാലത്തിനകത്തുള്ള പാർലമെന്റ് അംഗങ്ങളെ എടുത്തു, നിയമസഭാ അംഗങ്ങൾ, ഞാൻ അവരെക്കാൾ ഏറ്റവും കൂടുതൽ വികസന പദ്ധതി നടത്തിയിട്ടുണ്ട്. അത് ആ സംവാദം ചലഞ്ച് ചെയ്യുന്നില്ല. ആ സംവാദം ചലഞ്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നു, മാധ്യമങ്ങൾ ചലഞ്ച് ചെയ്താലും എനിക്കൊരു അവസരം വരും. ഞാൻ കയറി ചലഞ്ച് ചെയ്യാം, അവനെന്നാ അവൻ വല്ല അഹങ്കാരമല്ലേ എന്ന് പറയാതെ. അതുകൊണ്ടല്ലേ അല്ല, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറച്ചധികം ആളുകളുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞില്ല. അതിൽ ഒരാൾ എന്നോട് ചോദിച്ചു, KM മാണി സാർ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ വന്ന റോഡുകളല്ലാതെ പാലായില് ഒരൊറ്റ റോഡ്, പുതിയൊരു റോഡ് കാണിച്ചു തരാമെന്ന്. പുതിയ റോഡില്ല, ഇല്ല, കാണിച്ചു പുതിയ റോഡില്ല. തരാൻ ഒറ്റ പുതിയ റോഡില്ല, പഴയ റോഡൊന്നും വൃത്തിയാക്കിയിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ തൊടുപുഴ റോഡിൽ നിന്ന് നമ്മുടെ സിവിൽ സ്റ്റേഷനിലേക്ക് അങ്ങോട്ടുള്ള ഈ ബൈപ്പാസിന്റെ തുടക്കം ആശയം കൊടുത്ത ഞാനാണ്. അവിടുത്തെ ആ ലാളം തോട്ടിലുള്ള പാലം സെൻട്രൽ റോഡ് ഫണ്ട് ഉണ്ട്, കേന്ദ്ര റോഡ് ഫണ്ടിൽ കൂടെ നമ്മളെ തുടങ്ങി വെച്ചതാണ്. ആദ്യമേ ഈ ഇവിടെ ഒന്നും ഒരു സെൻട്രൽ റോഡ് ഫണ്ടും കഴിഞ്ഞ കാലഘട്ടം കണ്ടിട്ടില്ല. ഞാൻ 400 കോടി, ഏകദേശം 400 കോടി രൂപയുടെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മൾ സെൻട്രൽ റോഡ് ഫണ്ട് വന്നു പല തലത്തിലായിട്ട്. പാലായിന്ന തുടക്കം കുറിക്കുന്നത് ആദ്യത്തെ, ഒരു തരത്തിൽ പറഞ്ഞ കേരളത്തിൽ തന്നെ ആദ്യത്തെ BMPC 16 വർഷക്കാലം മുമ്പ് ഈ പറയുന്ന നേരെ പാലായിൽ നിന്ന് ചക്കാമ്പുഴ വഴി രാമപുരം വഴി കൂത്താട്ടുകുളത്തേക്കും, പാലായിൽ നിന്ന് വലവൂർ, കൊടക്കച്ചര, ഉഴുവൂർ, വെളിയന്നൂർ, കൂത്താട്ടുകുളത്തേക്കുള്ള റോഡാണ്. രണ്ടുകൂടെ കൂടി 40 കോടി രൂപയുടെ അന്നത്തെ കാലത്ത് ചെയ്തതാണ്. ഈ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഒരു ജെയിംസ് വടക്കനുണ്ട്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇത്ര അധികമുള്ള പാലായില് ഇത്ര വലിയൊരു മാസ്റ്റർ പ്ലാൻ അതിന് ഒരു പക്ഷേ മാണി സാറിന് മാത്രമേ സാധിക്കൂ. കാരണം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അത്ര കൂടുതലാണ് മറ്റ് ടൗണുകളെ വെച്ച്. അങ്ങനെ ഒരു ടൗണാണ് റീമോഡൽ ചെയ്ത് ഇതുപോലൊരു മാസ്റ്റർ പ്ലാനിൽ ബൈപ്പാസുകളും ഉള്ള റോഡുകൾ വീതി കൂട്ടിയും മനോഹരമാക്കിയ ഒരു അത് ലോങ് ഒരു വിഷയമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാനും കൂടെ ചില സമയത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇപ്പോൾ റിംഗ് റോഡ് എന്നുള്ള സംവിധാനം ഒരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പോലും ഇല്ല. ഇവിടെ റിംഗ് റോഡിനുള്ള സംവിധാനം കുറച്ചെങ്കിലും ചെയ്തു തീർത്തിട്ടുണ്ട്, ബാക്കി തീരാനുമുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കടപ്പാട്ടൂർ നിന്ന് വന്നിട്ട് ആ മരുന്നത് അടുത്തത് ഷിഫ്റ്റിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ റിംഗ് റോഡ്. ബൈപ്പാസ് മാത്രമല്ല, ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ പക്ക ബൈപ്പാസ് ഇപ്പോൾ 3-4 കിലോമീറ്റർ ബൈപ്പാസ് 4 ലൈനാണ്. ആ ഘട്ടത്തിൽ ഇത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് ഓർത്തോ, ഒരു കണ്ണീറ്റ് വീഴാതെ നമ്മൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ സ്ഥലം അന്നേരം തന്നെ കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട്. തരാത്തതൊക്കെ മുമ്പേ പറഞ്ഞ പോലെ ഇച്ചിരി പകയുള്ളവരൊക്കെയാണ് തരാത്തത്, അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും. പക്ഷെ അതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാമായിരുന്നു. അങ്ങ് ആ വീടിന് മുന്നിൽ ഈ റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു തരാത്ത പാലായിലെ ആ വലിയ കുടുംബത്തിന്റെ ആ ചെറിയ വീടെന്ന് പറയുന്നത് അവര് ബ്ലോക്ക് ചെയ്ത് ബോധപൂർവ്വം അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരുമില്ല, താമസം പോലും ഇല്ല. അതിന് മുന്നേ പോയി ഒരു നിരാഹാരമൊക്കെ ഇരുന്ന് വേണം ഓളം ഉണ്ടാക്കായിരുന്നു. ഓളമൊക്കെ ഉണ്ടാക്കാറില്ല, നമുക്ക് കാര്യം നടക്കുക എന്നുള്ളതാണ് അതിനകത്ത്. ഞാൻ പറഞ്ഞ റിംഗ് റോഡ് മാത്രമല്ല, സിന്തറ്റിക് ട്രാക്ക് അതിപ്പം കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലില്ല, ഇടുക്കി ജില്ലയിലില്ല, ആലപ്പുഴ ജില്ലയിലില്ല, അതുവരെ പാലായിലാണ്. ആശുപത്രി ഏറ്റവും നവീകരിച്ച ഏറ്റവും വലിയ ഇപ്പൊ ക്യാൻസറിന്റെ സെന്റർ ഞാൻ കൊണ്ടുവന്നു. ഒരു ജനറൽ ഹോസ്പിറ്റലും ക്യാൻസർ സെന്റർ ഇല്ല എക്സെപ്റ്റ് എറണാകുളത്ത് വന്നത് പോലും മെഡിക്കൽ കോളേജ് അന്നേരം അവിടെ ഇല്ലായിരുന്നു. ക്യാൻസർ സെന്റർ നമ്മൾ കൊണ്ടുവന്നു, അത് സർക്കാർ അനുവദിക്കുകയില്ല. അനുവദിക്കുന്ന അവർക്ക് ആ പോളിസി ഇല്ലാത്തതുകൊണ്ട്, കേന്ദ്രവും അനുവദിക്കുകയില്ല, അവർക്കും ആ പോളിസി ഇല്ല. പക്ഷെ ഞാൻ മറ്റൊരു തരത്തിൽ കൊണ്ടുവന്നു. ഇവിടെ ഇപ്പൊ 25 കോടി രൂപയുടെ പദ്ധതിയാണ് ഇവിടെ. അപ്പൊ ആ ഒരു സംഗതിയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവന്നത്. പല നിയോജക മണ്ഡലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ള ഒരു വികസനം. ഇപ്പൊ ഞാൻ പറയാം, പാലായിലെ ഒരു വികസനം പലപ്പോഴും നമുക്ക് വലിയ ബൃഹത്തായ ഒരു വികസനത്തിന് ഒരു ബുദ്ധിമുട്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ട്, എങ്കിലും നമ്മൾ ചെയ്തു. പാലായിലെ റിവർ പാരലായിട്ടാണ് പോകുന്നത്. ഇത് മറ്റു തരത്തിൽ ഇത് പോവുമായിരുന്നെങ്കിൽ, പാരലായതുകൊണ്ട് നമ്മൾ എത്ര പാലമുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7 പാലമുണ്ട്. നമ്മൾ അങ്ങ് ഇരാറ്റുപേട്ടയിൽ നിന്ന് വരുമ്പോൾ ഞാർപ്പുങ്കൽ വരെ 7 പാലമാണ്, ഒരു ജില്ലയിലും ഇല്ല. പക്ഷെ ആ പാലത്തിന്റെ ഒരു പെട്ടെന്ന് അപ്പുറത്തെ വശം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഈ റിവർ പാരലായിട്ട് പോകുന്നു. ഒരു സ്ഥലത്ത് ഇത് കുന്നായിരുന്നു, ഇപ്പോഴും കുന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചുരുങ്ങിയ സ്ഥലത്താണ് ഇത്രയും വലിയ എക്സ്പാൻഷൻ നടക്കുന്നത് മാസ്റ്റർ പ്ലാനോടുകൂടി. അത് വലിയൊരു വിഷയം വേണം. തീർച്ചയായിട്ടും. എത്ര വോട്ടിനും ജയിക്കും ഇത്തവണ? വോട്ടിന് ജയിക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. ഞാൻ അതിനകത്ത് ഒരു കാരണവശാലും ഭൂരിപക്ഷം പറയാനോ നമ്പർ പറയാനോ ഞാനില്ല. അതെപ്പോഴും ജനം തീരുമാനിക്കുന്നത്. ജനങ്ങൾ എത്രയോ അറിവുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്, അവർ തീരുമാനിക്കും ഭൂരിപക്ഷം വേണോ, എത്ര കൊടുക്കണം എന്നുള്ളത് ഞാൻ അവരുടെ കയ്യിലേക്ക് വിട്ടു കൊടുക്കും. അവസാന നിമിഷവും ഏതെങ്കിലുമൊക്കെ കള്ളക്കഥകൾ പ്രചരിക്കും, അതൊക്കെ അതെന്തും വരാം. എല്ലാം ഒരുങ്ങി തന്നെ ഇരിക്കുന്നു. വളരെ നന്ദി, എല്ലാ വിജയാശംസകളും. നന്ദി, നമസ്കാരം.
Thank you.